ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറെ ആയില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയണതല്ല, എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കും ഞാനൊരു 80 കിലോ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡെലിവറിക്കും അത് തന്നെയായിരുന്നു സെയിം. പക്ഷെ 2 ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതേ ബാക്ക് ടു നോർമലിലേക്ക് വന്നേക്കാണ്. ഇപ്പം എൻ്റെ കറന്റ് വെയിറ്റ് 57 ആട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വെയിറ്റ് നമുക്കിങ്ങനെ അതായത് സ്ഥിരമായി നിന്ന് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ വെയിറ്റ് കുറച്ചിട്ടാട്ടോ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 57 കിലോനായിട്ട് തന്നെയാണ് ജിമ്മിന് പോയത്. പക്ഷെ എനിക്ക് വീട്ടിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ആ ഒരു മസിൽ സ്ട്രെങ്തനിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വീട്ടിലായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മസിൽ ലോസ് എന്തായാലും വരും. കാരണം നമുക്ക് ആഫ്റ്റർ 30+ കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് മസിൽ ലോസ് പതുക്കെ വരും. നമ്മുടെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വീക്കായി തുടങ്ങും. അപ്പൊ അത് കാരണം നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് നല്ല രീതിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനറിന്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മസിൽ സ്ട്രെങ്തനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബോഡി നല്ല ടോൺഡ് ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ, എനിക്ക് ഈ വെയിറ്റ് ലോസിൽ 5 കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കുറേയും കൂടി ബെറ്റർ ആക്കാൻ പറ്റി. പിന്നെ എൻ്റെ ഈ ഒരു ഞാനിപ്പോൾ വീട്ടിലിരുന്ന് വെയിറ്റ് കുറച്ചിട്ടും ജിമ്മിൽ പോയിട്ടും 2 എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ടുള്ള വീഡിയോ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഞാൻ അധികം പറഞ്ഞു നീട്ടണമൊന്നുമില്ല. 5 കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. അതിന് മുന്നേ മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഞാൻ വീട്ടിലിരുന്ന് വെയിറ്റ് കുറച്ചിട്ടും ജിമ്മിൽ പോയിട്ട് എന്താ പറയുക ബോഡി ഒന്ന് ടോൺഡ് ആക്കിയിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ആദ്യത്തെ കാര്യം എന്നിട്ടാണെന്നറിയോ, നമ്മൾ എത്ര തന്നെ വർക്കൗട്ട് നല്ലോണം ചെയ്താലും നമ്മൾ ഫുഡ് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യണതിന്റെ അത്രയ്ക്ക് ആ ഒരു ഗുണം, അതായത് നമ്മൾ വിചാരിക്കുന്ന പ്രോപ്പർ റിസൾട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല കേട്ടോ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കുകയാണ് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം നമുക്ക് ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. കാരണം വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഇതാക്കുന്നുണ്ടല്ലോ, ബോഡീനെ സെറ്റ് ആക്കുന്നുണ്ടോന്ന് ഉണ്ടല്ലോന്ന്. പക്ഷേ വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു 20% നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബാക്കി 80% നമ്മുടെ ഫുഡിലാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയിലാണ് നമ്മുടെ എന്താ പറയുക ഹെൽത്തിന്റെ ആ ഒരു രഹസ്യം ഇരിക്കണേന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജിമ്മിൽ പോകാൻ കാശില്ല, അപ്പൊ ചേച്ചി പറയണു ഇപ്പൊ ജിമ്മിൽ പോയിട്ടാണ് സെറ്റായെന്നൊക്കെ. പക്ഷെ പൈസ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന, ഇപ്പൊ എനിക്ക് ജിമ്മിൽ പോയപ്പോ എനിക്ക് മനസ്സിലായി, ഇപ്പൊ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഞാൻ ജിമ്മിൽ പോയില്ലെങ്കിലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ ഉണ്ട്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി വീട്ടിൽ ചെയ്യാനും പറ്റും എന്നുള്ളത്. പക്ഷെ ചില മെഷീൻ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് മെഷീൻ വർക്കുകളൊക്കെ നമുക്ക് അവിടെ പോയാലാണ് ചെയ്യാൻ പറ്റുക. അതുണ്ട് ട്ടോ അതിൽ കാര്യം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ശരിക്കും വർക്കായിട്ടുണ്ട് കേട്ടോ ഈ 5 കാര്യം. അപ്പൊ ഞാൻ എൻ്റെ ഒരു 7 ഡേയ്സിലുള്ള മീൽസും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. അതായത് ഉച്ചക്കലത്തെ ഫുഡാണ് എൻ്റെ മെയിൻ ഫുഡ്. ഞാൻ ആസ്വദിച്ച് അതുപോലെ തന്നെ സമാധാനത്തിൽ കഴിക്കണ ഫുഡ്, അതായത് എൻ്റെ വയർ ഫില്ലാക്കണ ഫുഡ്. എനിക്ക് കൂടുതൽ പ്രോട്ടീൻ, ഫൈബർ ഈ കാര്യങ്ങളൊക്കെ കിട്ടണത് ഉച്ചക്കലത്തെ ഫുഡിൽ നിന്നാട്ടോ കൂടുതലായിട്ടും. കാരണം ഞാൻ ആ സമയമാണ് ഫുഡ്, എൻ്റെ ഒരു മെയിൻ മീൽ എന്ന് തന്നെ പറയാം ഉച്ചക്കലത്തെ ലഞ്ചാണ്. അപ്പൊ അത് ഞാൻ ഒരു 7 ഡേയ്സ് ഞാൻ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ വെറുതെ പറയാൻ മാത്രമല്ല, ഞാൻ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കൂടി ബോധ്യമാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ഒരു മനസ്സമാധാനമാണ്, ഏത് വീഡിയോ ചെയ്താലും അതിൽ അത്യാവശ്യം നിങ്ങൾക്ക് പ്രൂഫ് ആണ് വെച്ചിട്ടാണ് എനിക്ക് ചെയ്യാൻ താല്പര്യം. ഇപ്പൊ സ്കിൻ കെയർ ആണെങ്കിൽ ഹെയർ കെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ പ്രൂഫോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ള മിക്ക വീഡിയോസും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും ജിമ്മിൽ പോയാൽ വെയിറ്റ് കുറയുന്നു, പക്ഷേ അതുകൊണ്ട് ചേച്ചി വന്നിട്ട് വലിയ വർത്താനം പറയാമെന്ന്. പക്ഷെ അങ്ങനെയല്ല. വെറുതെ ജിമ്മിൽ പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മാസം 3 മാസം 4 മാസമൊക്കെ പേയ്മെന്റ് മുന്നേ കെട്ടി ജിമ്മിന് പോയി അവിടെ ചെന്ന് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടേയും വീട്ടിൽ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് തോന്നിയോണൊക്കെ കഴിച്ചിട്ടും നിൽക്കുകയാണെങ്കിൽ, ഞാൻ ജിമ്മിന് പോകണ്ടല്ലോ എന്നിട്ട് എനിക്കൊരു മാറ്റമില്ലല്ലോ എന്ന് എല്ലാവരും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ പോകണില്ല ഒരു മാറ്റമില്ല. അപ്പൊ നമ്മൾ പോയാലും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു എന്താ റൂട്ട്, അതായത് നമ്മുടെ റൂട്ട് ക്ലിയർ ആവണം. ജിമ്മിൽ പോയാലും ഇല്ലെങ്കിലും ഫുഡ് റൂട്ട്. അപ്പൊ ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാറില്ല. ഏത് ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. എനിക്ക് വർക്കായതിട്ടോ, ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഒരുപാട് പേര് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ 1.5 മാസം ഉണ്ടായിരുന്നു. അമ്മ വന്നപ്പോൾ 60 കിലോനായിരുന്നു. അമ്മ പോയപ്പോൾ 57 കിലോനാക്കിയിട്ട് പോയത്. വേറെ ഒന്നല്ല,
എൻ്റെ കൂടെ അമ്മ ഞാൻ ഫുഡ് കൊടുക്കാണ്ടൊന്നല്ല കേട്ടോ, അമ്മയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡുകൾ കൊടുത്തിട്ടും ഞാൻ കഴിക്കുന്നതിനനുസരിച്ച് അമ്മയ്ക്ക് കൊടുത്തിട്ടും പ്ലസ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണത് അമ്മയെ കൊണ്ടും. അമ്മ നോർമലി എൻ്റെ അടുത്തേക്ക് വന്നു, ഞാൻ ചെയ്യണ പോലെ തന്നെ പിന്നെ ചെയ്തു തുടങ്ങി, ഞാൻ ചെയ്യണത് കാണുമ്പോഴേ. അതുപോലെ തന്നെ അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, അത് ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് നോക്കിയപ്പോൾ പക്ക നോർമലായിരുന്നു, അതായത് 200 താഴെയായിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, കാരണം എനിക്ക് അത്രയും നല്ലതായിട്ട് തോന്നിയ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇതുപോലെ എക്സൈറ്റ്മെന്റ് വരും. അതായത് നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് പറയണം, അപ്പൊ ആ ഒരു സ്പീഡൊക്കെ നിങ്ങൾക്ക് തോന്നും കേട്ടോ. അപ്പൊ അത് സോറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മ അപ്പൊ അതേ കഴിഞ്ഞ ആഴ്ചയിൽ അമ്മ എനിക്ക് റിസൾട്ട് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അമ്മ ഡോക്ടറെ കണ്ടിട്ട് ഇപ്പൊ അമ്മ മരുന്ന് കഴിച്ചിട്ടുള്ളത് കാരണം അത് പെട്ടെന്ന് നിർത്താൻ പാടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ പതുക്കനെയാണ് നിർത്തേണ്ടത്, ബാക്കി ഒരു കുഴപ്പമില്ല, ദൈവം സഹായിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല് ഫുഡ് കഴിച്ചാല് അപ്പൊ തന്നെ ഇരിക്കരുത്. ഇപ്പൊ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും ഉച്ചക്കലത്തെ ലഞ്ച് കഴിച്ചാലും വൈകുന്നേരത്തെ ഡിന്നർ കഴിച്ചാലും അപ്പൊ തന്നെ ഇരിക്കരുത്. കഴിച്ച വശം വന്നിങ്ങനെ TV കാണാതിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് തിന്നായിരിക്കുക. അങ്ങനെ ഞാൻ നോർമലായിട്ട് പറഞ്ഞത് മാത്രം, എന്തെങ്കിലും കഴിക്കാതിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. നമ്മളൊരു 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ മതി. ഇപ്പൊ ഹോളിൽ നിന്ന് നേരെ TV വെച്ചിട്ടുണ്ടെങ്കിൽ TV കണ്ടോട്ട് നടന്നോളൂ, കുഴപ്പമില്ല. ഇപ്പൊ ഫോൺ നോക്കണം, ഫോൺ തോണ്ടിക്കൊണ്ട് നടന്നോളൂ, ഒരു കുഴപ്പമില്ല. ഇനി ബുക്ക് വായിക്കണം, ബുക്ക് വായിച്ചുകൊണ്ട് നടക്കുക, അങ്ങനെ നമുക്ക് നടക്കുക. ഇപ്പൊ ഓഫീസിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നടന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങനെ ചെയ്യുക. കുറഞ്ഞൊരു 10 മിനിറ്റ് എങ്കിലും നടക്കുക. എന്നിട്ട് ബാക്കി നമ്മുടെ കാര്യങ്ങൾ അതെല്ലാം ഫുഡ് എടുത്താലും കാലത്തെ ഉച്ചക്കലത്തെ വൈകുന്നേരത്തെ എന്നും അങ്ങനെ ചെയ്യാട്ടോ. അത് ഭയങ്കരമായിട്ടുള്ള നല്ലൊരു മാറ്റം വരുത്തുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്നിട്ടാണെന്നറിയോ, നമുക്ക് ക്രേവിങ്സ്, അതാണ് മെയിൻ. എസ്പെഷ്യലി എൻ്റെ പോലെ ഷുഗർ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് എരിവിനോടൊന്നും ഒരു താല്പര്യമില്ല. പക്ഷെ ഇപ്പൊ പതുക്കനെ എനിക്ക് മാറി തുടങ്ങി. എന്താന്ന് വെച്ചാല് നമുക്ക് ഒരെണ്ണത്തിന് വിടുമ്പോൾ ഒരെണ്ണത്തിന് പിടിക്കണല്ലോ. അപ്പൊ അത് കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഷുഗർ ഒക്കെ നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ നമുക്ക് എന്തായാലും ക്രേവിങ്സ് വരും. നമുക്ക് ഇപ്പൊ ഒരു ബ്രൗണി കഴിക്കാനോ, എനിക്ക് ഇഷ്ടം ബ്രൗണിയാണ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കേക്ക് കഴിക്കാനോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ സ്മൂത്തി അല്ല, എന്താ പറയാ മൂസ്, ചോക്ലേറ്റ് മൂസ്, അത് കഴിക്കാനോ ഒക്കെ തോന്നൂല്ലേ? നമുക്ക് നോർമലാണ്, നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ ഇത്ര നാൾ കഴിച്ചിട്ട് പെട്ടെന്ന് നിർത്തി വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ടെൻഡൻസിയും ക്രേവിങ്സ് ഒക്കെ വരും. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ സ്ത്രീകളാണെങ്കിൽ നമുക്ക് പീരീഡ് ആവണതിന്റെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ പീരീഡിന്റെ അത് കൂടെ കടന്നു പോകുമ്പോൾ ഒക്കെ ചോക്ലേറ്റ് കഴിക്കാനൊക്കെ തോന്നും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതെല്ലാം വീട്ടിൽ പരീക്ഷിക്കുക. അതായത് കേക്ക് ഉണ്ടാക്കി നോക്കുക, ഓവനൊന്നും വേണ്ട, കുക്കറിൽ തന്നെ ഉണ്ടാക്കാം കേക്ക് നമ്മൾ തന്നെ. അപ്പൊ അതിൽ ഇൻഗ്രീഡിയൻസ് നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇത് എന്തൊക്കെ ചേർക്കണം എന്ന്. അപ്പൊ ഞാനൊക്കെ അങ്ങനെയാ ചെയ്യണത്. അതായത് ബ്രൗണി ഉണ്ടാക്കാൻ തോന്നി, ഞാനിപ്പോ ഈ അടുത്ത് കണ്ടതാണ്, നമ്മുടെ എന്താ പറയാ കടലയില്ലേ, അതായത് പൊട്ടുകടലയും പിന്നെ ഡേറ്റ്സും ചോക്ലേറ്റ് പൗഡറും പിന്നെ മിൽക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ഇതൊക്കെ കൂടി അടിച്ചിട്ട് നല്ല ക്രീം പോലെ ആക്കിയിട്ട്, അതായത് അവരടിച്ച് മിക്സ് ചെയ്യുക. അതിൽ വേണമെങ്കിൽ നമുക്ക് ടോപ്പിങ്ങിനായിട്ട് എന്തെങ്കിലും നട്ട്സ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അങ്ങനെ അടിച്ചിട്ട് ഒരു ബൗളിലാക്കി സെറ്റാക്കി, നല്ല അമർത്തി സെറ്റാക്കി ഫ്രീസറിൽ മുകളിൽ ടോപ്പിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. സംഭവം ഒരു ബ്രൗണിയാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ കേക്ക് ആണെങ്കിൽ റാഗി വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിൽ നമുക്ക് ഷുഗറിനൊക്കെ പകരം നമുക്ക് ഡേറ്റ്സ് ചേർക്കാം, ഹണി ചേർക്കാം. അങ്ങനെ നമുക്ക് പകരത്തിൽ ഇപ്പൊ മോങ് ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീവിയ, ഇതൊക്കെ നമുക്ക് ചേർക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മൈദ ഒഴിവാക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും നമുക്ക് പറ്റും. ചെറിയ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കി നോക്കുക നമുക്ക് ആദ്യം ഒന്ന്. പക്ഷെ അപ്പൊ നമ്മൾ അതിൽ സെറ്റ് ആവും, കാരണം നമുക്ക് ആ മധുരം കഴിക്കുന്ന ടെൻഡൻസി അല്ലേ. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു സമയത്ത് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം അത് തീരും. പിന്നെ നമുക്ക് ടെൻഡൻസി തോന്നില്ല ആ സമയത്തൊന്നും കഴിച്ചാൽ. പക്ഷെ നമ്മളവിടെ പിടിച്ച് വെച്ച് നിൽക്കരുത്. നിന്ന് നമുക്ക് കൺട്രോളും പോയി, നമ്മൾ ആകെ പോയി എല്ലാം നാശക്കോശാക്കും, കൊളാക്കി മാറ്റും. നമ്മൾ പുറത്തുനിന്ന് ഇതൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പം എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ തന്നെ അതൊക്കെ വാരി വലിച്ച് നമ്മൾ തിന്നും. അപ്പം അതുകൊണ്ട് തന്നെ ക്രേവിങ്സ് തോന്നുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുക. ഇപ്പം നമ്മൾ എഗ്ഗിന്റെ ആ ഒരു എന്താ പറയാ മൂസ് ടെക്സ്ചറിലുള്ള ഒരു ചോക്ലേറ്റിന്റെ സംഭവം ഉണ്ടാക്കണില്ല, സൂപ്പറാണ്. ഞാൻ വിചാരിച്ചത് ഭയങ്കര എഗ്ഗിന്റെ സ്മെല്ലൊക്കെ ആവുന്നു, പക്ഷെ അടിപൊളി. ഞാൻ അത് വീഡിയോ ചെയ്തില്ല കേട്ടോ, കാരണം ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്, അതൊക്കെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞു തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ ബോയിൽഡ് എഗ്ഗ്, അതുപോലെ തന്നെ മിൽക്ക്, കൊക്കോ പൗഡർ, അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ, അതിലേക്ക് നിങ്ങൾക്ക് തേനോ അല്ലെങ്കിൽ ഡേറ്റ്സോ ഇതിലേതെങ്കിലും ചേർത്തിട്ട് നന്നായിട്ട് അടിക്കുക, ബ്ലെൻഡ് ചെയ്ത് നല്ല ഫൈനായിട്ട് എന്താ പറയുക, നമ്മൾ ഈ എന്താ പറയുക വെണ്ണ പോലെ അരയാന്ന് പറയില്ല, അതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു ബൗളിലാക്കി സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ടോപ്പിങ്സിന് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം, ഡാർക്ക് ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും, മധുരമില്ലാത്ത ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുക. ഒരു 2 മണിക്കൂർ വെക്കാനാണ് പറയുന്നത്, നമുക്കൊരു 1 മണിക്കൂർ എങ്കിലും എടുക്കാം. എന്നിട്ട് കോരി കഴിച്ച് സൂപ്പറാണ്. അതിൽ വാനില എസൻസും കൂടി ചേർക്കണം കേട്ടോ, എഗ്ഗിന്റെ ടേസ്റ്റ് വരാണ്ടിരിക്കാനായിട്ട്. അടിപൊളി സാധനം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. അതാണ് ഞാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്. പുറത്തുനിന്ന് മേടിക്കാണ്ട് അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കാണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള
എന്താ പറയാ ആഡഡ് ഷുഗർ ഉള്ള ഐറ്റംസ് കഴിക്കാണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. രണ്ടാമത്തെ കാര്യം. ഈ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എന്റെ ലഞ്ച് പ്ലേറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ 5 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ അത്യാവശ്യം ഫൈബർ മീൻസ് നിറച്ച് പച്ചക്കറിയോ ആപ്പിളോ അല്ലെങ്കിൽ എന്താ പറയാ ക്യാരറ്റ്, കുക്കുംബർ, ഈ ഐറ്റംസ് പച്ചക്ക് കഴിക്കാൻ പറ്റണമെന്നില്ലേ. പിന്നെ നമ്മുടെ പേരയ്ക്ക, ഞാൻ കൂടുതൽ പേരയ്ക്ക, കുക്കുംബർ, ക്യാരറ്റ് ഇതൊക്കെ എടുക്കാറ് കേട്ടോ. അത് അത്യാവശ്യം ഒരു നിറച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയണതാണ്, എല്ലാവരും പറയുന്നതാണ്, ചോറിന്റെ എന്താ പറയാ അളവിൽ കറിയുടെ അളവിൽ ചോറ് എടുക്കുക. അതായത് ഇതാ ഒരു കയ്യിൽ ഞാൻ ബ്രൗൺ റൈസ് എടുക്കുക. ഇതൊന്നല്ല ഞാൻ പറയാൻ വന്ന കാര്യം കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ആദ്യം ഇപ്പൊ പലരും പറയുന്നത് തന്നെയാണ്, ആദ്യം നമ്മളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ സക്സസ് ആകുമ്പോഴാണല്ലോ നമ്മളത് പറയാ. ആദ്യം നമ്മൾ ഈ ഇരിക്കുന്ന ഫൈബറുകളൊക്കെ ഇല്ല, അതായത് നമ്മുടെ വെജിറ്റബിൾസ്, തോരൻ കറികള്, മിക്കതും ചീരയൊക്കെ ആഡ് ചെയ്യാൻ നോക്കിയാൽ നല്ലതാട്ടോ. സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ നല്ലതാണ്, നമ്മുടെ ഹെൽത്തിനാണെങ്കിലും. അങ്ങനെ തോരനുകളും ഫൈബറുകളൊക്കെ കഴിക്കുക. പിന്നെ മുട്ട ഞാൻ എടുക്കാറുണ്ട്, അപ്പൊ മുട്ട കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാറും നമ്മളെന്തേലും ഒരു ഒഴിച്ചുകറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ചാറൊക്കെ കൂട്ടിയിട്ട് പതുക്കെ ചോറ് കഴിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഈ ചോറ് കഴിഞ്ഞാൽ അടുത്ത ചോറ് എടുക്കണം അല്ലെങ്കിൽ അടുത്ത് കഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസിയും വരില്ല കേട്ടോ. ഷുവറാണ്, ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ കഴിച്ചു നോക്കാം. വളരെ ഇഫക്റ്റീവാണ് ഈ ഒരു കാര്യം. അപ്പൊ അതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം, അത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയതാട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ മധുരത്തിനോടുള്ള ഒരു ടെൻഡൻസി ആണല്ലോ, അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കണം എന്നൊക്കെയുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവുമല്ലോ, എസ്പെഷ്യലി മധുരം ഇഷ്ടമുള്ളവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉച്ചയ്ക്കൊക്കെ ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒട്ടുമിക്ക ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇത് കഴിക്കണം എന്നുണ്ടാവും. ആ സമയത്ത് ഡാർക്ക് ചോക്ലേറ്റ്, അതായത് ഒരു മധുരം 90% ഡാർക്ക് ചോക്ലേറ്റ് ഉള്ള, അതായത് അത് ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, അതായത് ഒരു കയ്പ് ടേസ്റ്റ് ആയിരിക്കും, മധുരേ ഇല്ല, ആഡഡ് ഷുഗറോ ഷുഗർ ഫ്രീ ഒന്നും അല്ല കേട്ടത്. ഇത് ഞാൻ എൻ്റെ ലഞ്ചിൽ ഞാൻ കാണിച്ചു തരാം, ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ അമൂലിനകത്ത് മേടിച്ചു, ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. സൂപ്പർ മാർക്കറ്റിലൊന്നും അത് കിട്ടുന്നുണ്ടായിരുന്നില്ല, അപ്പൊ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അതിൽ മധുരം ഇല്ല, മധുരത്തിന്റെ മാ പോലും ഇല്ല, ഭയങ്കര കയ്പ. പക്ഷെ ഒരു ചെറിയ പീസ്, ഇത്രയും വന്നൊരു പീസ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്രേവിങ്സ് ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഊണ് കഴിഞ്ഞിട്ട് ഇത്രയും ഒരു പീസ് കഴിച്ചോ. ഡെയിലി കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, ഡെയിലി അല്ലെങ്കിൽ ഇപ്പൊ ആഴ്ചയിൽ ഒരു 4 ദിവസം കഴിച്ചോ, ഒരു കുഴപ്പമില്ല. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇത്രയും വന്നൊരു പീസ്, പക്ഷെ മധുരം ഇല്ല കേട്ടോ, അതില് ഷുഗർ ഫ്രീയോ അല്ല, ജസ്റ്റ് ഒരു കയ്പ് മാത്രം. പക്ഷെ ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഇല്ലേ, കയ്പായതുകൊണ്ട് നമുക്ക് അങ്ങനെ കടുപിടുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ആ ഒരു അലിയിച്ച് പതുക്കനെ അത് കഴിക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, ഒപ്പം നമുക്ക് ആ ഒരു മധുരം ചോക്ലേറ്റ് കഴിക്കണം എന്നുള്ള ടെൻഡൻസി മാറുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, വളരെ നല്ലതാണ്. അത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയട്ടെ. ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ആഴ്ചയിൽ എന്നും കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ട് കഴിക്കണ്ട. നിങ്ങൾക്കൊരു 3-4 ദിവസം കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്ന സമയത്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാം. ഞാൻ കൂടുതലും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട്, എനിക്ക് അങ്ങനെ മധുരം വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം പിന്നെ വേറെ ഒന്നും കഴിക്കാൻ ടെൻഡൻസി വരുന്നില്ല. അപ്പൊ എനിക്ക് നന്നായിട്ട് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണ്. ഇനി അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ട്രിക്ട്ലി ഞാൻ ഒഴിവാക്കിയ കാര്യം, ലേറ്റ് നൈറ്റിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത്. അത് നിങ്ങളും പരമാവധി, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് അത് കൊണ്ടുപോകട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു വെയിറ്റ് മാനേജ് ചെയ്താൽ മതി, ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ആവാൻ ഒരു ചീറ്റ് മീലൊക്കെ ആവും. പക്ഷെ ചീറ്റ് മീലാണെങ്കിൽ പോലും ഞാൻ എടുക്കുന്നത് എന്താ പറയാ, ബിഫോർ 7 അല്ലെങ്കിൽ 8 മുമ്പെങ്കിലും എടുക്കും. രാത്രി 8 ശേഷം കഴിക്കാറേ ഇല്ല. പിന്നെ പുറത്തേക്കൊക്കെ പോയി, ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്ത് പോയി ഫുഡ് ഒരുമിച്ച് കഴിക്കല് കുറവെന്തെങ്കിലും മേടിക്കുക വീട്ടിലെത്താണ്. അതാണ് വല്ലപ്പോഴും ചീറ്റ് മീൽ ഉണ്ടെങ്കിൽ പതിവ്. ഇല്ല ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൂടി കഴിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചിലപ്പോൾ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഒരു 8 ശേഷം, അതായത് 8 PM ശേഷം കഴിക്കുക എന്നുള്ള ഒരു ഇതുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രിക്ട്ലി ഒഴിവാക്കുക. അതായത് വെള്ളം കുടിക്കുക. നമുക്ക് അങ്ങനെ വലിയ വിശപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും 8 മണിക്ക് മുന്നേ അത്യാവശ്യം നമ്മുടെ വയറ് ഫില്ലാക്കാനുള്ള നമ്മൾ കഴിക്കുമല്ലോ, നല്ല ഹെൽത്തി ആയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ അങ്ങനെ അധികം വിശക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ അതിന് മുന്നേ, അതായത് 8 മണിക്ക് മുന്നേ കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ 8 മണിക്ക് ശേഷം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ശരിയാണ്, നമുക്ക് നോർമലി നമുക്ക് വിശക്കണ പോലെ തോന്നുകയാണെങ്കിൽ വെള്ളം കുടിക്കുക. നമുക്ക് കഴിക്കാനുള്ള നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മാക്സിമം 6 മണി വിട്ട് ഞാൻ പോകാറില്ല കേട്ടോ. ഇപ്പൊ ഉറപ്പായിട്ട് 6 മണിക്ക് മുന്നേ കഴിക്കും, ചിലപ്പോൾ 5 മണിക്ക് മുന്നേ കഴിക്കും. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. പരമാവധി വല്ല അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രം, വേറെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ്
ഇങ്ങനെ ലേറ്റ് നൈറ്റ് ഡിന്നർ എടുക്കുക എന്നുള്ളത്. അത് ഭയങ്കര നല്ലതാണ്. അത്ര ഇഞ്ചസ് ഒക്കെ ഒരുപാട് കുറയും കേട്ടോ. നല്ല രീതിക്ക് തന്നെ വയറൊക്കെ നമ്മുടെ ഫ്ലാറ്റ് ആവും. നല്ല റിസൾട്ടാണ്. നമുക്ക് ഈ വെയിറ്റ് കുറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര കോൺഫിഡൻസും കൂടി നമുക്ക് വരുന്നുണ്ട്. പിന്നെ ജിമ്മിൽ പോയപ്പോഴാണ് എനിക്ക് ചിലർ പറയുന്നുണ്ട് നമ്മുടെ എന്താ പറയുക ചില ഹോർമോൺസിന്റെ ഒരു ഇത് എന്താ പറയുക കൂടുതലാവുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം എന്താ പറയണ്ട, എനിക്ക് അതിനെക്കുറിച്ച് വലിയ അധികാരമായിട്ട് പറയാറില്ലെങ്കിലും ഭയങ്കരമായിട്ട് മെന്റലി ഫിസിക്കലി അതുപോലെ തന്നെ ഇമോഷണലി ഒക്കെ ഭയങ്കര ഒരു നല്ല ആക്റ്റീവായിട്ടും ഭയങ്കര നല്ലൊരു ഇമോഷൻസ് നല്ല എന്താ പറയുക തോട്ട്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമ്മളിങ്ങനെ ജിമ്മിലൊക്കെ പോയതിന് ശേഷം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് മെന്റലി. നമുക്കിങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയി പോവാണ്ടേ. അതെനിക്ക് ഈ ജിമ്മിൽ പോയതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ചില ഹോർമോൺസിന്റെ അളവ് കൂടുമ്പോഴാണ് അങ്ങനെ വരിക എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ തെറ്റും ഇതൊന്നും പറയുന്നില്ല, ഏത് ഹോർമോണാണ് അങ്ങനെയൊന്നും പറയാൻ നിൽക്കണില്ല. അപ്പൊ ഇതാണ് എൻ്റെ കാര്യം. ഇനി ഞാൻ എൻ്റെ 7 ദിവസത്തെ എൻ്റെ ലഞ്ച് കാണിച്ചു തരാം. ലഞ്ച് കാണിച്ചു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് അറിയില്ലെങ്കിലും ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് ഉള്ളത് കൊണ്ട് ഞാൻ കഴിക്കുമ്പോൾ അതൊരു ഫോട്ടോ എടുത്തൊരു വീഡിയോയ്ക്ക് വെച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയാലോ. അപ്പോ ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ. അപ്പൊ ഞാൻ 7 ദിവസത്തെ ലഞ്ച് പ്ലേറ്റ് ആട്ടോ കാണിക്കണത്. അപ്പൊ കൂടുതൽ വെജിറ്റബിൾസും തോരൻ പിന്നെ കുറച്ച് റൈസ്, ഒരു പ്ലേറ്റ് റൈസ്, പിന്നെ നമുക്ക് വരുന്നത് മുട്ട. ഞാൻ 4 മുട്ട കഴിക്കും രാവിലെയും, അതുപോലെ 2 ഉച്ചയ്ക്ക് 2, പിന്നെ വൈകുന്നേരം ചിക്കൻ സാലഡ് കഴിക്കുന്നതുകൊണ്ട് ചിക്കൻ അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കല് കുറവാട്ടോ. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കും. ഇത് ഡേ 2 ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. തോരനും ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഫിഷൊക്കെ ഇപ്പൊ കുറവാണ്, നല്ല റേറ്റ് അല്ലേ മീനിനൊക്കെ, അതുകൊണ്ട് തന്നെ. പിന്നെ കഴിക്കുമ്പോൾ എപ്പോഴും സാലഡും കാര്യങ്ങളും മുട്ടയൊക്കെ ആദ്യം കഴിക്കും, ലാസ്റ്റ് ആണ് ചോറ് കഴിക്കുക കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് കാണിച്ചു തരാം. ഊണ് കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്നൊന്നുമില്ല കേട്ടോ, ഇത് വന്നിട്ട് മധുരമില്ലാത്ത ഫുൾ ബിറ്റർ, അതായത് ബിറ്റർ കൊക്കോ പറയില്ല, എന്തായാലും പറയാം, ഡാർക്ക് ചോക്ലേറ്റ് ആണ്. പക്ഷെ ഭയങ്കര കയ്പാണ്, ഒരു തരി പോലും മധുരമില്ല, 0 ആഡഡ് ഷുഗറും ഇല്ല. പ്ലസ് നമുക്ക് ഇതിൽ എന്തെങ്കിലും സ്റ്റീരിയോ പോലത്തെ അങ്ങനത്തെ ഒറ്റ ഷുഗറും ഇല്ല, ഭയങ്കര കയ്പാ സംഭവം. ഇത് വന്നിട്ട് അമൂലിന്റെ 99% കൊക്കോ അൾട്ടിമേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇതാട്ടോ. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഇത് ഇത്രേ ഉള്ളൂ, ചെറിയൊരു പീസേ ഉള്ളൂ. ഞാൻ അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ ഇതിന്ന്. പിന്നെ ഇതിൽ വന്നിട്ട് ഭയങ്കര കയ്പെന്ന് പറഞ്ഞാൽ അത്രയും കയ്പാ. ഇതിന് 180 രൂപയാട്ടാ. ഞാനിത് ഓൺലൈനിൽ മേടിച്ചതാ. പല സ്ഥലങ്ങളിലും ആഡഡ് ഷുഗർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അമൂലിൽ തന്നെ വേറെ ടൈപ്പ് ചോക്ലേറ്റ് അങ്ങനെ കാണാറ്. ഇത്രയും ഡാർക്ക് ചോക്ലേറ്റ് കിട്ടാറില്ല, എനിക്ക് കിട്ടാറില്ല കേട്ടോ. നമ്മൾ ഈ ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനതുകൊണ്ട് ഓൺലൈനിൽ മേടിച്ചതാ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ളത്, ഇന്നിപ്പോ നമുക്ക് ചിക്കൻ ഉണ്ട് കേട്ടോ, അതാണ് ചിക്കൻ കാണുന്നത്. പിന്നെ വന്നിട്ട് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാല് ഫുഡ് തീരെ ഒഴിവാക്കി സ്കിപ്പ് ചെയ്ത്, ഇന്നിപ്പോ എന്റെ പീരിയഡ് ഡേറ്റ് ആട്ടോ, ഞാൻ ആകെ ടയർഡ് ആയിട്ടിരിക്കണം. എന്നാലും ഞാൻ എന്റെ ഫുഡ് റുട്ടീൻ ഞാൻ കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്, എത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും. അപ്പോ എന്താ പറയാ, നമുക്കിപ്പോ ഇങ്ങനെ ഫുഡ് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ കുറച്ച് കഴിച്ച് അങ്ങനത്തെ കുറയ്ക്കണ വണ്ണങ്ങളൊന്നും നമുക്ക് നിലനിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എത്ര കാലം കഴിക്കാണ്ടിരിക്കും, നമ്മൾ വീണ്ടും ബാക്ക് ടു നമ്മുടെ വണ്ണത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആവശ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നോക്കി കറക്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറും നിറയും, നമുക്ക് ഹെൽത്തിന് ഹെൽത്തും കിട്ടും, വയറ് നിറയ്ക്കണേന് ആ ഒരു വിശപ്പിന്റെ ഒരു പ്രശ്നവും മാറും. അതാട്ടോ. പിന്നെ എനിക്കൊരു കാര്യം ഞാൻ വിട്ടുപോയതേ, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനം മേടിക്കാനായിട്ട് ഇപ്പൊ കൂടുതൽ പേര് അങ്ങനെയല്ല പോവാ. ഇന്നിപ്പോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയ ദിവസമാട്ടോ, അതാണ് ആ ഒരു ബോക്സ് ആയി നിറയെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വണ്ടിയിൽ ഇരുന്ന് കഴിച്ചു, എന്റെ വ്ളോഗ് കണ്ട് അറിയാൻ പറ്റും. അതാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മാളിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറില്ലേ, ഞാൻ നെസ്റ്റോലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു വിഭാഗം ഫുഡിന്റെ മാത്രം ഉണ്ടാവും. അപ്പൊ നമ്മുടെ കൂടെ വരുന്ന പിള്ളേരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്കോ ഒക്കെ അവരൊക്കെ ഇങ്ങനെ ഫ്രൈഡും അതുപോലെ തന്നെ ചോക്ലേറ്റ് മൂസ് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഡൻസി ആവും. കാരണം നമ്മൾ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർ മേടിക്കുക അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കഴിക്കുമ്പോൾ നമുക്കൊരു കഴിക്കാനൊക്കെ ഒരു ടെൻഡൻസി വരും. ആ സമയത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനും പോകുമ്പോൾ എന്റെ പിള്ളേര്, ഞാൻ അങ്ങനെ പോണ സമയത്ത് പാറുവിനൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കട്ടോ. അങ്ങനെ എപ്പോഴും അങ്ങനെയില്ല, മാസത്തിലൊരിക്കൽ അങ്ങനെ പോകുമ്പോഴായിരിക്കും. അപ്പൊ അവരൊക്കെ എന്തെങ്കിലും മേടിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല്
നമ്മുടെ ഈ പ്രോട്ടീൻ ബാറുകളില്ലേ, അതായത് നമുക്ക് ആഡ് ഷുഗർ ഒന്നും ഇല്ലാണ്ട് നമുക്കിങ്ങനെ എന്താ പറയാ ഈ നട്ട്സും സീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോട്ടീൻ ബാർ, അതിന്റെ ആ ഒരു ബാക്കിൽ എഴുതിയിട്ടുള്ള അതിന്റെ ഇതൊക്കെ നോക്കണം, വായിച്ചു നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അത് വേണമെങ്കിൽ ഒരെണ്ണം മേടിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. മാസത്തിലൊരിക്കലൊക്കെ വല്ല സാധനം മേടിക്കാനൊക്കെ പലചരക്കൊക്കെ എടുക്കാൻ പോകുമ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും മേടിക്കുമ്പോൾ നമുക്കും എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അങ്ങനെ മേടിക്കാം. പിന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്കിങ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ, എപ്പോഴും നല്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് വീഡിയോ ഒക്കെ കാണിക്കില്ല. എനിക്ക് അത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല. ഞാൻ ചിലത് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോ അവിടെ നിന്ന് നമുക്ക് ഈ സ്റ്റീവിയ ഒക്കെ വെച്ചിട്ടുള്ള പ്രോട്ടീൻ ബാറുകളില്ലേ, അങ്ങനത്തെ ഒക്കെ എപ്പോഴും കഴിക്കാനല്ല, വല്ലപ്പോഴൊക്കെ. അപ്പൊ നമുക്കൊരു ഓപ്ഷനാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടെ അല്ലെങ്കിൽ കറങ്ങാനൊക്കെ പോകുമ്പോൾ നമുക്കൊരു സ്നാക്കിന് വേണ്ടി നമ്മൾ പുറത്തേക്ക് ട്രിപ്പ് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടിയൊക്കെ കറങ്ങാൻ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർ അത് ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു കഴിക്കണം തോന്നുമ്പോൾ ഇങ്ങനത്തെ ഒന്ന് രണ്ടെണ്ണം കൈ പിടിക്കാം. അപ്പോ എന്താ പറയാ, ഞാൻ ജസ്റ്റ് കാണിച്ചുന്നേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ഫുഡ് തീരെ കഴിക്കാണ്ടിരിക്കണേക്കാള് നമ്മൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് കഴിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കുറിക്കാനൊക്കെ തോന്നും. നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് ശരിയാണ് ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കും, ഞാൻ ഡയറ്റിലാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, മറ്റുള്ളവരൊക്കെ അത്യാവശ്യം ഊണൊക്കെ കഴിച്ച് തെറ്റാകുമ്പോൾ നമുക്ക് വിശന്ന് തുടങ്ങും. നമ്മളപ്പോ എന്തെങ്കിലും പോയി അടുക്കളയിൽ തിരയും, അവിടെ എന്താ ഉള്ളത് വെച്ചാൽ. പിന്നെ എനിക്ക് മീനാട്ടോ, അപ്പൊ എല്ലാം ഉൾപ്പെടുത്താറുണ്ട്. അപ്പോ അവിടെ പോയിട്ട് എന്താ സ്നാക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കഴിക്കുക. അപ്പൊ നമ്മുടെ ഡയറ്റ് അവിടെ പോയി, ഡയറ്റ് കഴിഞ്ഞു പോയി. അപ്പൊ അതുപോലെ തന്നെ നമ്മള് കഴിച്ചുകൊണ്ട് എന്താ പറയാ, നമ്മള് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലതായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മാർഗം. പിന്നെ ചട്ടപ്പട്ടയെന്ന് വെയിറ്റ് വല്ലാണ്ട് മോശമായ ഡയറ്റ് ഫോളോ ചെയ്ത് കുറയ്ക്കണേക്കാളും ഹെൽത്തി ആയിട്ട് നമ്മുടെ ആരോഗ്യം കൂടി നോക്കി നമ്മൾ കുറയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു മാസം ഡയറ്റ് എടുത്ത് അടുത്ത മാസം നമ്മൾ ആശുപത്രികൾ കൊണ്ടുവരും. ചടപ്പടയാനൊക്കെ കുറച്ചാലും മറ്റുള്ള സോഡിയം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറഞ്ഞിട്ട് കേട്ടോ. പിന്നെ വെള്ളവും കുടിക്കുക. അപ്പൊ ദേ ഇത്രയേ ഉള്ളൂ എന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും, ഉറപ്പാണ്. ആവില്ല എന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല കാര്യങ്ങളാണ്, നമ്മൾ ചെയ്തു നോക്കി വിജയിച്ച കാര്യ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ജിമ്മിൽ എത്ര, വീണ്ടും പറയുന്നു, എത്ര തലകുത്തി മറിഞ്ഞാലും വീട്ടിൽ വന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ എടുക്കുന്ന കാലറി ട്രാക്ക് ചെയ്യാന്നുള്ള, എന്നോട് ഞാൻ കാലറി ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാന്ന് ചോദിച്ചു. വേറെ ഒന്നുമില്ല, നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ നേരെ പോയി ഒരു ChatGPT-യിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ പോയി സെർച്ച് ചെയ്യും. ഞാൻ ഇന്ന് കഴിച്ചത് ഇതൊക്കെയാണ്, ഇന്ന സാധനങ്ങൾ ഇത്ര അളവിൽ ഇത്ര കഴിച്ചു. മെയിനായിട്ട് ChatGPT ആണ്. എന്നിട്ട് പോയി ചോദിക്കും, അപ്പോൾ ആൾ പറഞ്ഞുതരും ഇത് കഴിച്ചത് ഇത്രയാണെങ്കിൽ ഇത്ര കാലറി, ടോട്ടൽ ഇത്ര കാലറി ആയി. അപ്പൊ നമുക്ക് ഒരു ദിവസം ഇത്ര വേണ്ടെന്ന് അത്രയും പോയി. അപ്പൊ ഇനി ബാക്കി അതനുസരിച്ച് കൺട്രോൾ ചെയ്ത് കഴിക്കണം. പിന്നെ ചീറ്റ് മീലൊക്കെ എടുക്കാറുണ്ട്. എടുക്കുമ്പോൾ ഞാൻ ഉറപ്പിക്കും ഇന്ന് എനിക്ക് ചീറ്റ് മീൽ ഡേ ആണെന്നും കാലത്ത് തന്നെ ഞാൻ ഉറപ്പിക്കും. അപ്പൊ അതനുസരിച്ച് കാലറി ട്രാക്ക് ചെയ്യും. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ എന്ത് കഴിക്കണമെന്നല്ല, അതെത്ര കഴിക്കണമെന്നാണ്, അതിലാണ് കാര്യം ഇരിക്കുന്നത്. എടുക്കുന്ന കാലറീസിന്റെ അളവ്. ഇപ്പൊ കുറച്ച് പേർക്ക് വെയിറ്റ് ഒന്നും അധികം വെക്കാത്തവർക്കൊക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിരി വരും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഒടുക്കത്തെ സാധനമാണ്. കാരണം എന്താ വെച്ചാല് വെള്ളം കുടിച്ചവരെ തടിക്കുന്ന പറയില്ല, അതുപോലെയാണ്. കാരണം PCOD-യുടെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മളൊന്ന് വഴിതെറ്റി, അതായത് ഡയറ്റിന്നോ നമുക്ക് ചെയ്യണ വ്യായാമങ്ങളിൽ നിന്ന് വഴിതെറ്റി കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങോട്ട് പോവും. പിന്നെ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ പെട്ടതൊക്കെ വീണ്ടും കഷ്ടപ്പെടണം. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ചിരി വരുന്നുണ്ടാവും, ഇത് എന്നിട്ട് ഇത് അളന്ന് നോക്കി കുറിച്ചൊക്കെ തിന്നണോന്ന് വെച്ചിട്ട്. പക്ഷെ അങ്ങനെ വേണം, നമ്മുടെ ബോഡിയിലത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. ഹോർമോൺസ് ആ ഒരു രീതിയിലാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പൊ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞത്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഞാൻ അങ്ങനെ ചോറൊന്നും ഒഴിവാക്കിയിട്ടില്ല, ഞാൻ ചോറ് കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കഴിച്ചിട്ടാണ് വണ്ണം സെറ്റായത്. അതായത് ആവശ്യമില്ലാണ്ട് നമ്മളിപ്പോൾ ഒരു കേക്ക് കഴിക്കുന്ന സ്ഥാനത്ത് ഒരൊറ്റ പീസ് കഴിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ വയറ് നിറയില്ല, ചിലപ്പോൾ ക്രേവിങ്സിനൊരു ശമനം കിട്ടായിരിക്കും. പക്ഷെ നമുക്ക് വീണ്ടും അടുത്ത് കഴിക്കാൻ വേണ്ടി വിശക്കും. പക്ഷെ ആ കേക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു പറയാ ഒരു 300-400 കാലറി ആയിട്ടുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് എന്താ പറയാ, ഒരു പിടുത്ത റൈസ്, 2 മുട്ട, ഒരു കുക്കുംബർ, ക്യാരറ്റ്, തോരൻ, കറി, ഇതൊക്കെ എടുത്ത് ചിലപ്പോൾ അതിൻ്റെ അടുത്താവുള്ളൂ. അപ്പൊ കണ്ട, നമ്മുടെ വയറ് നിറഞ്ഞു, നമുക്ക് ഹെൽത്തി ആയി, നമുക്ക് എന്താ പറയാ ബോഡിക്ക് കിട്ടാവുന്നൊക്കെ കിട്ടി. ഇനി അടുത്തത് വേണമെന്നുള്ള ടെൻഡൻസിയില്ല. അപ്പൊ ഇത് രണ്ടും നമ്മൾ വ്യത്യാസം തന്നെ നോക്കിയാൽ മതി. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ വീട്ടിൽ ചെയ്യാനായിട്ട് നിങ്ങൾ അങ്ങനെ പോകാനോ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കൗട്ടുകൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇപ്പൊ ജിമ്മിലായതുകൊണ്ട് ഞാൻ 6 ദിവസം പോവും.
ശനിയാഴ്ച വരെ. അതിൽ ലെഗ് ഡേ ഉണ്ട്, ഷോൾഡർ, ട്രൈസിപ്സ്, ബൈസിപ്സ്, ബാക്ക്, ഇതൊക്കെ അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തന്നെ വർക്കൗട്ടാണ്. പിന്നെ എക്സ്ട്രാ ഞാൻ ചെയ്യണത് എന്നും ആബ്സിനുള്ള വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, കാർഡിയോ ചെയ്യും. കാർഡിയോയിൽ സ്കിപ്പിങ്, ജമ്പിങ് ജാക്സ്, ഞാൻ വാക്കിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അത്രേ ഉള്ളൂ, എനിക്ക് നേരമില്ല. പിന്നെ അതുപോലെ തന്നെ ഹൈനീസ്, എന്താ ബട്ട് കിക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബർഫീസ് അതൊക്കെ ചെയ്യും, ബർപ്പീസ്. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. പിന്നെ വാമപ്പ്, പിന്നെ എന്താ പറയുക, അങ്ങനെ കുറച്ച്. പിന്നെ നമ്മുടെ കുറച്ച് എക്സസൈസ് സെപ്പറേറ്റ് നമുക്ക് ജിമ്മിൽ നിന്ന് തരുന്നുണ്ട്, അതും ഇതൊക്കെ കൂടിയിട്ടൊരു മിക്സിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് വല്ല വയ്യായോ പിള്ളേർക്ക് വല്ലതും വന്നു, നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമായി, എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല. ഇപ്പം എൻ്റെ മോളൊക്കെ ഇങ്ങനെ 10th 9th 10th ഇങ്ങനെയൊക്കെ വരികയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അവരെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ടി വരും. അപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ചെയ്യും. വീട്ടിൽ കുറച്ച് ഡംബൽസ് എന്തായാലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഇപ്പോൾ ജിമ്മിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോൾ വീട്ടിൽ ചെയ്യാം. ഇനി വീണ്ടും നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് വരുമ്പോൾ, നമുക്ക് പോകാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോൾ വീണ്ടും നമ്മൾ പോവുക. കുറച്ച് ദിവസം നമ്മൾ നിർത്തിയെന്ന് വെച്ചിട്ട് നമ്മൾ ദൈവമേ എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചിട്ട് പോകാണ്ടിരിക്കരുത്. വീണ്ടും പോവുക, വീണ്ടും നമുക്കത് സെറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും വിശ്വസിച്ച് നമ്മളിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വേണം, വിശ്വാസം വേണം. എന്നാലാണ് വേറെ ആരും നമ്മളെ മനസ്സിലാക്കാൻ നമ്മളല്ലാണ്ട് വേറെ ആരുള്ള മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.